വിജയം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നേറാൻ UDF-ന് ഇനിയും സാധിക്കുമെന്ന് പറഞ്ഞു. അത് വേറൊരു മാരണമാണ്, അതവിടെ നിൽക്കട്ടെ. സ്വർണം കെട്ടതാരാ? മലദ്വാർ ഗോൾഡ് കൊണ്ടുവന്ന് ഇറക്കിയത് അതാ. തെരഞ്ഞെടുപ്പിന് BJPക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പ്രകടനങ്ങളിലൂടെയല്ല, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവരെന്താണ് എന്ന് അവര് കാണിച്ചു കൊടുത്തു. അധികാരമില്ലെങ്കിൽ പോലും ഈ രാജ്യത്തിനു വേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരത് അവിടെ നിന്ന് ചെയ്തു. അതുകൊണ്ട് ഇപ്പോ ശശി തരൂരിനെ പോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നല്ല പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള ശശി തരൂരിനെ പോലെയുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് തുറന്നു പറയുന്നത് കണ്ടോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങള് പുറത്തു വന്നതിന് പിന്നാലെ UDF-നെയും BJP-യെയും അഭിനന്ദിക്കുകയാണ് തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ശ്രീ ശശി തരൂർ. തരൂര് BJP-യിൽ ചേക്കേറും എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കുടുംബത്തിന് വേണ്ടി സേവിക്കാനുള്ള താല്പര്യം രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും AK ആന്റണിയുടെ മകൻ വന്നതുപോലെയും കരുണാകരന്റെ മകൾ വന്നതുപോലെയും അതിലേക്ക് തന്നെ തിരിച്ചു വരും. അത് വിമർശന ബുദ്ധിയോടുകൂടി എടുക്കുന്നവർക്ക് വിമർശന ബുദ്ധിയോടുകൂടി എടുക്കാം. സംസ്ഥാനത്താകെയുള്ള UDF-ന്റെ മികച്ച വിജയത്തെ തരൂർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ ചരിത്ര വിജയം അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. കാരണം തിരുവനന്തപുരം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നപ്പോൾ തിരുവനന്തപുരം വികസനം മനസ്സിലാക്കി. ജനങ്ങൾ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ. അതെ, ജനങ്ങള് ആര് ഭരിച്ചാലാണ് നല്ല സേവനം ഉണ്ടാകുന്നത്, മാറ്റം ഉണ്ടാകുന്നത്, പുരോഗതി ഉണ്ടാകുന്നത് അവർ മനസ്സിലാക്കട്ടെ. അപ്പോ ദീർഘകാല ഭരണത്തില് LDF-ന്റെ ഭരണത്തില് UDF-ന്റെ ഭരണത്തില് എന്താണ് നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റം അവര് തിരിച്ചറിഞ്ഞു. ചരിത്രപരമായിട്ടുള്ള വിജയം സമ്മാനിക്കാൻ BJPക്ക് സാധിച്ചത് ആ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകമായിട്ട് അവരൊക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഈ അത്ഭുതകരമായിട്ടുള്ള ഫലമാണ് ഇന്ന് നമ്മൾ കേട്ടതെല്ലാം. ജനവിധി, അതേ ജനകീയ കോടതിയിലെ വിചാരണ കഴിഞ്ഞിട്ടുള്ള വിധിയാണെന്ന് നമ്മൾ കേട്ടതെല്ലാം. വലിയ അംഗീകാരമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജനങ്ങൾ നൽകുന്ന ശക്തമായിട്ടുള്ള സൂചനകളും അത് തന്നെയായിരുന്നു. കഠിനാധ്വാനം, ശക്തമായിട്ടുള്ള സന്ദേശം, ഭരണവിരുദ്ധ വികാരം, 2020യേക്കാൾ മികച്ച ഫലം നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ്. BJPയുടെ ചരിത്രപരമായിട്ടുള്ള വിജയം രാഷ്ട്രത്തിനു വേണ്ടി, രാഷ്ട്രത്തെ സേവിക്കുന്നതിന് വേണ്ടി. ഇപ്പോ നഗരസഭയിലെ 45 വർഷത്തെ LDF-ന്റെ ദുരന്ത ഭരണത്തിനുള്ള മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഭരണമാറ്റം ആഗ്രഹിച്ച ഒരു ജനത, അതിന്റെ പ്രതിഫലമാണ് ഈ കിട്ടിയത്. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഈ തെരഞ്ഞെടുത്ത ജനങ്ങളെ ജനങ്ങൾ ആദരിക്കണം. കാരണം അവരും ചിന്തിച്ചു, അതെ നമുക്കൊരു മാറ്റമാണ് വേണ്ടത്. അതുകൊണ്ട് രാജ്യം, സ്വന്തം കുടുംബം വികസിപ്പിക്കുന്ന ആളുകളെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് രാഷ്ട്രം വികസിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് ഏത് രൂപത്തിലുള്ള വികസനമാണ് വേണ്ടത്? അവരുടെ ഖജനാവുകൾ വീർപ്പിക്കുന്ന രൂപമല്ല വേണ്ടത്, മറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ നടപടികൾ ഉണ്ടാകണം, ഗുണമുണ്ടാകണം. ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, നോക്കിക്കോണേ. ഈ കൊച്ചിനെ കണ്ടു. ഇന്നിവരെ ചെറിയ കൊച്ചുങ്ങളെ ഇറക്കിയാണ് കളിക്കുന്നത്. ഈ കൊച്ചു പറയുവാണ്, ദിലീപിനെ ജനക്കൂട്ട വിചാരണ നടത്തി പച്ചയ്ക്ക് കത്തിക്കണം. യസ്രിയ എന്ന നേമം ഗവൺമെന്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശക്തമായ അഭിപ്രായമാണത്. ദിലീപിനെ ആൾക്കൂട്ട വിചാരണ നടത്തി പച്ചയ്ക്ക് കത്തിക്കണമെന്ന്. നമ്മള് കാലാകാലങ്ങളായി കേട്ടുവരുന്ന മദ്രസ പീഡനങ്ങളുണ്ട് അല്ലേ? എത്രയോ കുഞ്ഞുങ്ങൾ
ഇതിനിരയായി മരണത്തിനു വരെ കീഴടങ്ങിയിട്ടുണ്ട്. എത്രയോ ദർസുകളെ കഴിഞ്ഞ ദിവസമല്ലേ സാൽമിയ എന്നങ്ങണ്ട് പറയുന്ന ഒരു പെൺകുട്ടി, പിന്നെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് ആ പെൺകുട്ടി ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ സ്വയം ജീവൻ ഒടുക്കിയത്. ഇവരട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരുന്നു എന്ന മാതാവ് തന്നെ വന്ന് പറഞ്ഞു. ഏതെങ്കിലും മദ്രസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ക്രൂരമായി പീഡിപ്പിച്ച മത നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു മാതാപിതാവ്, ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്? ഇവനെയൊക്കെ ആൾക്കൂട്ട വിചാരണ നടത്തി പച്ചയ്ക്ക് കൊളുത്തണമെന്ന് പറയണ്ട, സുന മുറിക്കണമെന്ന് പറയാൻ ഉണ്ടോ? ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിയെ ഇറക്കി തട്ട കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ആ കൊച്ചിന്റെ അണ്ണാക്കിൽ കിട്ടി വൈറ്റ് കോളർ ഭീകരത. നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞേ അല്ലേ? പിന്നീട് മനസ്സിലായി നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ല, അവരുടെ തട്ടത്തിന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അല്ലേ? പിന്നീട് ആ കൊച്ചിനെ കാണാനില്ല. ആഹാ, സുന്ദരം. ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ടാണ് എന്നെയൊക്കെ നിശബ്ദരാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പിന്തുണയ്ക്കുന്ന, എന്നെ കേൾക്കുന്ന തുലവും തുച്ഛമാളുകളാണെങ്കിലും എനിക്കത് മതി. ഇതൊരു വരുമാന മാർഗമാണെങ്കിൽ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകേണ്ടുന്ന സമയമൊക്കെ കഴിഞ്ഞു. കാരണം അത്രമാത്രം ചാനല് സ്ട്രൈക്കിലും പ്രശ്നങ്ങളിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ. ചാനലിൽ റിപ്പോർട്ട് അടിച്ചും സ്ട്രൈക്ക് അടിച്ചും ഒക്കെ ഇവരെങ്ങനെയെങ്കിലും ഞാനിത് ഇട്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചു, പറ്റിയില്ല. കുടുംബത്തെ ഒന്നടങ്കം ആക്രമിക്കാൻ ഇവര് തീരുമാനിച്ചു, നടന്നില്ല. ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ കൈവച്ചു, നടന്നില്ല. ഇനിയും ഇവർക്ക് എന്താ ചെയ്യാനുള്ളത്? എന്നെ അങ്ങോട്ട് തീർത്ത് കളയും. ജീവിക്കാൻ ആഗ്രഹമുള്ളവനെ മാത്രമേ ഇവർക്ക് ഭയപ്പെടുത്താൻ പറ്റൂ. മരിക്കാൻ ഭയമില്ലാത്തവരെ എന്ത് പറഞ്ഞു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ പറ്റുക? അപ്പോ ഈ കൊച്ചു പറഞ്ഞത്, 7ാം ക്ലാസ്സുകാരി പറഞ്ഞത് കൊള്ളാം, കൈയടിക്കണം. കാരണം ആൾക്കൂട്ട വിചാരണ നടത്തി പച്ചയ്ക്ക് കൊളുത്തണമെന്നാ പറഞ്ഞത്. മോളെ, ഇത് ശരീഅത്ത് നിയമമല്ലല്ലോ, ഇവിടെ കോടതി നിയമങ്ങളും ഒക്കെ ഇല്ലേ? അതിനനുസൃതമായിട്ടല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മോനെ, ഫോണിൽ കളിക്കുവാണല്ലേ? ഫോണിൽ കൊണ്ട് ഒരു കോഫി ഇടുവോ? അപ്പോ ഇവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, ശിക്ഷാരീതികളുമുണ്ട്, വിചാരണയുണ്ട്, വാദപ്രതിവാദങ്ങൾ. കൊച്ചു വിചാരിച്ചു ഇതൊരു ഇസ്ലാമിക രാജ്യമായിരിക്കും. മനസ്സിലായ? അപ്പോ പള്ളികളിൽ, മദ്രസകളിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത പൈതലുകളുടെ തുടവണ്ണം നോക്കി വെളിച്ചെണ്ണയിട്ട് കമിഴ്ത്തി കിടത്തുന്ന ഏർപ്പാടിനെതിരെ സംസാരിക്കാൻ. ദിനേന മദ്രസ പീഡനങ്ങൾ എത്രയാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഏറ്റവും നിങ്ങൾ പീഡനം എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ മദ്രസയിലെ പീഡനങ്ങളുടെ നീണ്ട നിര വരും നിങ്ങൾക്കെതിരെ. ആരെങ്കിലും സംസാരിക്കുമോ? അപ്പോ ഹേമ കമ്മിറ്റിക്കെതിരെ ഇവർ രംഗത്ത് വന്നു അല്ലേ? മദ്രസയിൽ ഒരു ആയിഷ കമ്മിറ്റി വേണമെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പീഡിപ്പിക്കപ്പെടുന്ന ആയിഷമാർ ആരോട് പോയിട്ട് പറയും? 6 വയസ്സുകാരിയായ ആയിഷയെ പോലും ഒരു പീഡോഫീലായിട്ടുള്ള, ശിശുഭോഗിയായിട്ടുള്ള മുഹമ്മദ് വിവാഹം കഴിച്ചിട്ട് ആ കൊച്ചിനെ പീഡിപ്പിച്ചപ്പോൾ അതാരോടും പരാതി പറഞ്ഞില്ല എന്ന് ഈ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്ന് ന്യായീകരിക്കുന്ന ഊളകളെ നീയൊക്കെ കൊച്ചു പിള്ളാരെ രംഗത്തിറക്കി എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ശരി, ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, വിധിക്കട്ടെ ശിക്ഷ. അതേപോലും എത്രയോ പീഡനങ്ങൾ മദ്രസകളിൽ കൃത്യമായിട്ട് വാർത്തകളിലൂടെ നമ്മൾ കാണുന്നില്ലേ? ഇല്ലേ? എന്തേ ഉസ്താദുമാരുടെ സുന എടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ശബ്ദമുയർത്താത്തത്? എന്തേ 7ാം ക്ലാസ്സുകാരി കണ്ടില്ലേ ഇതൊന്നും? 7ാം ക്ലാസ്സുകാരി അറിയുന്നില്ലേ ഇതൊന്നും?
ഈ പീഡനങ്ങൾ ചെറിയ കുട്ടികളെ ചേലാകർമ്മം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ചെറിയ കുഞ്ഞുങ്ങള് ഓവർ ബ്ലീഡിങ് കാരണം എത്രയോ പേര് ഈ സുനമുറിക്കലിന്റെ ആ സന്ദർഭത്തിൽ മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. ഇവരാരും അതൊന്നും കാണത്തില്ലല്ലോ. ഇല്ല. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കണം, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവര്. അതുകൊണ്ട് ഇവർക്കിപ്പോ അതൊന്നും നടക്കില്ല. നമ്മളിപ്പോ മറ്റവരെ ലക്ഷ്യം വെക്കണം. ആരെ? അമുസ്ലിങ്ങളെ. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് പൂട്ടിക്കണം. അമുസ്ലിങ്ങളെ നമുക്ക് ഭയപ്പെടുത്തി നിർത്തണം. സെബാസ്റ്റ്യൻ പുന്നക്കലിന് ഇസ്ലാമിക രാഷ്ട്രവാദത്തെ കുറിച്ച്, ഇവരുടെ മൃദു സമീപന പ്രണയത്തെ കുറിച്ച് എന്താ പറയാനെന്ന് കേട്ടു. എന്തുകൊണ്ട് ഇസ്ലാം ഭൂരിപക്ഷമായാൽ കേരളം എങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറും എന്നുള്ളതിന്റെ അതിന്റെ എന്താ പറയുക താത്വികമായ ഒരു അവലോകനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്. ഷൂറ കൗൺസിൽ അംഗം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗത്തിന്റെ ഒരു താത്വിക അവലോകനം കൂടെ നമുക്ക് കേൾക്കാം. ഇസ്ലാമിന്റെ വളരെ മൗലികപ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തെ ഇമാമത്തിക്കട്ടെ? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥർ. എന്റെ പൊന്നണ്ണ, നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയല്ലേ ഒരു പാകിസ്ഥാൻ 1947 എഴുതി തന്നത്, ആധാരം എഴുതി കയ്യിൽ തന്നത്. അപ്പൊ അവിടെ പോയാൽ ഇമാമത്ത് നിന്നാൽ പോരെ? എന്തിന് ഞങ്ങളുടെ രംഗത്തേക്ക് കയറി? ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. അവിടെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആളെ ഉണ്ടാക്കണ നേരത്തെ ആ അടുത്ത വണ്ടിക്ക് കയറിയിട്ട് ആ ആഘാതത്തിൽ ചെന്ന് പറഞ്ഞാൽ അതെ എന്റെ പേര് ഇതാണ്, എനിക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം വെച്ചാൽ ഇന്ത്യൻ പട്ടാളക്കാർ അപ്പൊ തന്നെ ചവിട്ടിക്കൂട്ടി പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ. എന്നിട്ട് അവിടെ പോയി ഇമാമത്തോ കിമാമത്തോ തലകുത്തിയോ എങ്ങനെ വേണമെങ്കിലും ഒക്കെ നിന്ന്. കാഫിറുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും ചർച്ചുകളുമുള്ള ഇതര മതവിഭാഗങ്ങൾ ആരാധന നടത്തുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് ഇവരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി മാത്രം, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇസ്ലാമിക ഭരണാധികാരികൾ ഇസ്ലാമിക നിയമങ്ങൾ നോക്കി ഭരിക്കുന്ന മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ വാങ്ങിച്ചു പോയിട്ട് ഇവിടെ നിന്ന് പറയാ ആരാ ഭരിക്കേണ്ടത്? മുസ്ലിം ഭരണാധികാരി ഭരിക്കണം. എന്തു നോക്കിയാ ഭരിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കണമെന്ന്. എന്താ അതിന്റെ അർത്ഥം? കാഫിറുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണോന്ന്. സിമ്പിൾ. ഒരു പരാതിയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിനെ വെട്ടിമുറിച്ച് മുസ്ലിങ്ങൾക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് രാജ്യം വാങ്ങിച്ചിട്ട് 1947 പോയിട്ട് ഇവിടെ ബാക്കിയുള്ള ഇന്ത്യ മഹാരാജ്യം ഒരു സെക്യുലർ മതേതര രാഷ്ട്രമായിട്ട് നിലനിൽക്കുമ്പോൾ ഇവിടെ ഇമാമത്ത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് അത്ര ശരിയായ നടപടിയല്ലല്ലോ എന്റെ പൊന്ന് ഷെയ്ഖേ, കേരള ഷെയ്ഖേ. അതങ്ങ് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ നിങ്ങളുടെ മൗദൂദി സാഹിബിന്റെ കേന്ദ്ര തലസ്ഥാനമായ ലാഹോറിലേക്ക് അങ്ങ് പോയാൽ പോരെ? ഇവിടെ കിടന്ന് ഈ എന്താ പറയുക ന്യൂനപക്ഷത്തിന്റെ അവകാശം വാങ്ങിച്ച് തന്നിട്ട് ഇന്ത്യയിലും കേരളത്തിലേക്ക് ഭൂരിപക്ഷ മതം ഇപ്പോഴും അവരുടെ മതരാഷ്ട്രം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ വാങ്ങിച്ച് ഭാഗിച്ചു പോയി. അവിടെ പോയി അവര് ഭരിച്ചു പരസ്പരം തലതല്ലി കീറിക്കൊണ്ടിരിക്കുന്നു. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്നാമത്തെ വരിയിൽ നിൽക്കുന്നവൻ ഇരുമ്പ് നിക്കറ് കാലിന്റെ ഇടയിൽ ഇട്ടിട്ട് പൊട്ടിത്തെറിക്കുക. ആരെ കൊല്ലാനാ? അവിടെ RSS ഉണ്ടോ, BJP ഉണ്ടോ? ആരെ കൊല്ലാനാ? പരസ്പരം കൊന്നും ചത്തും മുട്ടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. എന്നിട്ട് ഇവിടെ ചേക്കേറി വന്നിട്ട് ഇനിയും ഇവിടവും ഭരിച്ചു മുട്ടിക്കണമത്രേ അവർക്ക്. ഇവിടെയും ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും ഒക്കെ കാലിന്റെ ഇടയ്ക്ക് സ്ഫോടക വസ്തുക്കളും വെച്ചിട്ട് കാഫിറുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പോയി ചിതറിത്തെറിക്കുന്ന ഏർപ്പാട് വേണമെന്ന്. അങ്ങനെ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാണ് അവര്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവർക്ക് ഹിജാബ് വേണം. എല്ലാരും പോണതുപോലെ പോകാൻ പറ്റൂല. പിന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം സൂറത്തുൽ ഫാത്തിഹ വേണം. അവിടെ നമസ്കരിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ വേണം. ഒരു റൂം മൊത്തവും വേണം. വെള്ളിയാഴ്ച ദിവസം അവർക്ക് ലീവ് വേണം. അങ്ങനെ തുടങ്ങി അവർ ഇസ്ലാമിക നയങ്ങളും നിലപാടുകളും നമ്മുടെ നാട്ടിൽ വാരി വിതറാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ മാധുര്യമറിയുന്ന ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ വരും. ജനങ്ങൾ അത് തിരിച്ചറിയും. നിങ്ങൾ സത്യത്തെ എത്ര താഴിട്ട് കൊണ്ടുപോയി എവിടെയൊക്കെ പൂട്ടിവെച്ച് ആ സത്യം മൂടിവെച്ച പെട്ടിയുടെ താക്കോൽ നിങ്ങൾ ഏതാഴക്കടലിൽ എറിഞ്ഞിരുന്നാലും ശരി, ആ പൂട്ടുകൾ ഭേദിച്ചു കൊണ്ടുവരാൻ, തുറക്കാൻ ചില ആളുകൾ അവതരിക്കും. നിങ്ങളുടെ ഈ കാപട്യം എന്താണ് എന്ന് ജനങ്ങളോട് തുറന്നു പറയുന്നതിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ
ചില സൂചനകൾ മാത്രമാണ്. നിങ്ങൾ ഇന്ന് ഒരു ചിത്രം കണ്ടിരുന്നത്. നമ്മുടെ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റിന്റെ മോളുടെ ഒരു ചിത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ശരി. നമസ്തേ കൃഷ്ണജി. ഹിന്ദു മതം സ്വീകരിക്കുന്ന ഒരു മുസ്ലിം പ്രസിഡന്റ് എങ്ങനെയുണ്ടാകും? പൊളിക്കുമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബീവി പുറത്തിറങ്ങി, പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് പുറത്തോട്ട് കയറി നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്, തലയ്ക്കകത്ത് ആളുതാമസമുള്ള നല്ല കുറച്ച് മനുഷ്യർ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എന്താ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറിയാലോ എന്ന് ചോദിച്ചു. ഉടനെ കൊച്ചിനെ അങ്ങോട്ട് തടച്ചു. പാണക്കാട് കുടുംബത്തിൽ പിടക്കോഴികൾ കൂവണ്ട എന്ന് ഉസ്താദുമാര് തീരുമാനിച്ചു. ഇങ്ങേരാണെങ്കിലും മുനവ്വറലി തങ്ങളാണെങ്കിലും കൊച്ചിന് വിദ്യാഭ്യാസം കൊടുത്തത് വേനയായി എന്ന് പറയാതെ പറഞ്ഞു. കൊച്ചൊരു വിവരക്കേട് പറഞ്ഞതാണ്, അത് നിങ്ങൾ അങ്ങോട്ട് മാപ്പാക്കിയേക്ക്, പണം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അല്ല, കൊച്ചു മുഖം മറയ്ക്കാതെ പബ്ലിക്കിൽ വന്നു, ജൂതന്റെ സോഷ്യൽ മീഡിയയിൽ വന്നു. ഒരു യുവാവാണിരുന്ന് ആ കൊച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്തത്. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അതിപ്പോ അത് കുഴപ്പമില്ലാത്ത സംഗതിയാണ്. കുഴപ്പമുണ്ടല്ലോ ഉസ്താദേ. അല്ല, തങ്ങന്മാരുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ നടക്കുക എന്ന് വെച്ചാൽ ആരടാ തങ്ങളെ എതിർക്കാനുള്ളത്? പിന്നീട് ക്രമേണ അതങ്ങോട്ട് അടച്ചു. ദുബൈയില് രാജകുമാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഷെയ്ഖ മെഹ്റ, മറക്കാൻ പറ്റാത്ത പ്രകൃതമാ കൊച്ച്. അതുപോലെ കുവൈറ്റ് രാജകുമാരൻ, MBS, ഇന്തോനേഷ്യ ഞാൻ പറഞ്ഞുതരാം. UAE ഖുർആനുകളൊക്കെ വലിച്ച് ആളുകൾ ഓടയിൽ എറിയാൻ തുടങ്ങി. ഇതെന്ത് പുസ്തകമാടേ? ഈ പുസ്തകത്തിലുള്ളതൊക്കെ ആളുകൾ അറിഞ്ഞുപോണെന്ന്. നാറുന്ന പുസ്തകം നീറുന്ന കാലഘട്ടത്തിന് തലവേദനയാണ് എന്ന് മനസ്സിലാക്കി അവരൊക്കെ വലിച്ചെറിഞ്ഞു. പിന്നീട് ആളുകൾ വൈകുന്നേരം കയ്യും കാലും ഒക്കെ കഴുകിയിട്ട് ഓടയിൽ വന്നിരുന്ന ഖുർആൻ വായിക്കാൻ തുടങ്ങി. ദുബൈയിലാണെങ്കിലും ഷെയ്ഖ മെഹ്റ ശരിക്ക് വാപ്പ രാജാവിനെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം, എന്നാലും താങ്കളെ ഞാൻ ഒരു വിവാഹമോചന വാർത്ത അറിയിക്കുക. എനിക്ക് നിങ്ങൾ നോക്കിയ മരുമോനെ വേണ്ട, മക്കള് പോയിക്കോ, താങ്കളെ വീട്ടിലേക്ക് പോയിക്കോ. ആഹാ, മുത്തലാക്ക് ചൊല്ലിവിട്ടു പോയി. എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് വളർത്തിക്കൊള്ളാം. പാപ്പയുടെ രാജകീയമായിട്ടുള്ള സമ്പത്തും എനിക്ക് വേണ്ട. കൊച്ചു സ്വന്തമായിട്ട് ഒരു പെർഫ്യൂം തന്നെ വികസിപ്പിച്ചെടുത്തു. ആ പെർഫ്യൂമിന്റെ പേരെന്തെന്നറിയാമോ? ഡിവോഴ്സ്. പെണ്ണ്, എന്റെ കുഞ്ഞിനെ വളർത്താനും എനിക്ക് ജീവിക്കാനും സമ്പാദിക്കാൻ എനിക്കിത് മതി. അങ്ങനെ ആ കൊച്ച് ദുബൈയിലെ ഏറ്റവും വലിയ ഒരു സംരംഭകയായിട്ടുള്ള പണക്കാരിയായി മാറി. വാപ്പയുടെ ആ രാജ്യത്തിന്റെ മൊത്തവും സമ്പത്തിന്റെയും ഒരു 30-40% ആ കൊച്ചി പെർഫ്യൂമിലൂടെ തന്നെ ഉണ്ടാക്കി. ഓരോ പുതിയ ബ്രാൻഡുകൾ ഇറക്കി. ആ കൊച്ചിറക്കി ആദ്യ പെർഫ്യൂമിന്റെ ബ്രാൻഡാണ് ഡിവോഴ്സ്. ഭർത്താവിനെ ഒഴിവാക്കിയല്ലോ. അതാണ് പെണ്ണ്. നിയന്ത്രിക്കാൻ പറ്റുമോ ഇവർക്ക്? എന്തേ മതത്തിന്റെ മാമൂലുകൾ പറഞ്ഞങ്ങോട്ട് പോകാത്ത? എന്താ ഇവിടുത്തെ കുറെ പൊറോട്ട കെട്ടുകാരുണ്ടല്ലോ, എന്തടേ ഒറ്റമുണ്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കാത്തത്? ചെന്ന് കയറി കൊടുത്തുവിടായിരുന്നാ? കൊളപ്പുള്ളി എന്താ പറയുന്നേ? നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങളുടെ റിലീജിയൻ വെച്ച് മാത്രം ജീവിക്കാൻ പറ്റില്ല ബ്രോ. ഓക്കെ, റെനി മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ മതത്തിനെതിരല്ലേ ഇവര് പ്രവർത്തിച്ചത്? സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക. എതിർക്കാൻ പറ്റിയോ? ബിസിനസ് ചെയ്തു.
ജൂനിയർ ഖദീജയായി ദുബൈയിൽ അവര് ചാർജ് എടുത്തു. തിരുത്താൻ പറ്റിയോ? അവിടെ പോയിട്ട് ഇവർക്ക് ഷെയ്ഖ മെഹ്റയെ നിങ്ങളൊന്ന് നിലയ്ക്കു നിർത്തണം, പാണക്കാട്ടെ തങ്ങളുടെ ബീവിയെ, തങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞു ബീവിയെ നിലയ്ക്കു നിർത്തിയതുപോലെ ഷെയ്ഖ മെഹ്റ എന്ന രാജ്ഞിയെ, രാജകുമാരിയെ ഒന്ന് നിലയ്ക്കു നിർത്തണമെന്ന് പറയാൻ അവര് നരകത്തിലേക്കാണ് പോകുന്നത്. തട്ടമിട്ടിട്ടില്ല. അവര് പെർഫ്യൂം ഉണ്ടാക്കി വിൽക്കുന്നു, അവര് പെർഫ്യൂം ഉപയോഗിക്കുന്നു, അവര് വേശ്യാവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ ഇവിടെ ഒറ്റയൊരെണ്ണത്തിന് ധൈര്യമുണ്ടായില്ല. എന്താ കാരണം? താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ട്, അവർക്ക് അധികാരം ഉണ്ടെന്നേ. ഇനി ചക്കാത്തും തെണ്ടിക്കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല, അവരെയൊക്കെ പണഞ്ഞിട്ട്. ആർക്കെതിരെ എന്ത് നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സമ്പന്നനായ കുടുംബമാണെന്ന് വിചാരിച്ചോ, ആ സമ്പന്ന കുടുംബത്തിലെ ഒരംഗം മതത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നാലും ശരി, ഇവര് തന്ത്രപൂർവം അതൊക്കെ അങ്ങോട്ട് ഒതുക്കും. അത് തന്നെയാണ് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞു ബീവി വന്നപ്പോഴും കണ്ടത്. കുവൈറ്റിലെ രാജകുമാരനാണ് ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് പോയത്. മിണ്ടിയോ? MBS മതം ക്രമേണ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മിണ്ടുമോ? പറ്റുമോ? പ്രവാചകൻ ജനിച്ച മണ്ണിൽ നിന്നും മരിച്ച മണ്ണിൽ നിന്നും പ്രവാചകൻ പ്രബോധനം ചെയ്ത സകലമാന പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാം അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നു, ഓടയിലേക്കും. ഇപ്പോ ഹിന്ദു മതം സ്വീകരിച്ച മുസ്ലിം പ്രസിഡന്റിന്റെ മകളുടെ വാർത്ത നിങ്ങൾ കണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഭരണാധികാരികളുടെ ഇടയിൽ നിന്ന് ഇന്തോനേഷ്യയിലെ പ്രസിഡന്റിന്റെ മകൾ ഇസ്ലാം ഉപേക്ഷിച്ചു ബാലി എന്ന പ്രവിശ്യയിൽ നിന്നാണ് ഇസ്ലാം ഉപേക്ഷിച്ചത്, ഹിന്ദുമതം സ്വീകരിച്ചു. ഇസ്ലാമിക പടയോട്ടത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളും രാജ്യങ്ങളും ഒക്കെ ഇല്ലാതായപ്പോൾ ഇന്തോനേഷ്യയിൽ അവശേഷിച്ച മുസ്ലിം വിശ്വാസികളെല്ലാം ബാലി ദ്വീപിലേക്ക് കുടിയേറുക മാത്രമല്ല അവർ ചെയ്തത്, അവരുടെ കലകളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ ബാലി ദ്വീപിൽ പുനർനിർമ്മിച്ചു. ബാലി ദ്വീപിൽ നിന്ന് ഹിന്ദുക്കളിൽ പല ആളുകൾക്കും ഒരുപാട് കാര്യങ്ങൾ പുറം ലോകത്തോട് പറയാനുണ്ട്. ഈ ബാലി ദ്വീപില് ഹിന്ദു മതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. ആഴ്ചയിൽ ഒരു ദിവസം ഹിന്ദു മതത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കി. കാരണം അവര് ഹൈന്ദവ ധർമ്മം പഠിക്കണമെന്ന് മദ്രസകളിൽ പഠിക്കുന്നത് പോലെ തന്നെ അതിന് വേണ്ടുന്ന പാഠപുസ്തകങ്ങൾ അവർ തയ്യാറാക്കി. ഇവിടെ ഹിന്ദു മതത്തെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആളുകൾ ഇതാ ഇസ്ലാമിലേക്ക് പോയി വീഴുക. അവർക്കറിയത്തില്ല ഹിന്ദു മതം എന്താണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ദൈവങ്ങള്, എന്തിനാ നിങ്ങളുടെ ദൈവങ്ങളുടെ ഒക്കെ കൈകളിൽ ഇത്രയും ആയുധങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ കഴിയാതെ എന്നാ പിന്നെ നിങ്ങളുടേത് മതിയെന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കുക അഖിലമാര്. അവസാനം പെറ്റ തള്ളയെ പോലും ഒരു നോക്ക് കാണാൻ പറ്റാതെ എന്താണെന്ന് നോക്കിയേ. അങ്ങനെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി ഹിന്ദു കുട്ടികളെ ആഴ്ചയിൽ ഒരു ദിവസം ഹൈന്ദവ ധർമ്മം പഠിപ്പിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കുടുംബ യോഗങ്ങൾ രൂപീകരിക്കുന്നു. ബാലി ദ്വീപില് ജാതികളുണ്ട്, പക്ഷെ എല്ലാവരും ഒരുപോലെയാണ്. ആരും ഉയർന്ന ജാതിയോ ആരും ആരെക്കാളും താഴ്ന്നവരും. എല്ലാ ജാതിക്കാർക്കും അവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, അതിലാർക്കും പോകാം. സ്ത്രീകൾക്ക് പൂജാരികളാകാം. ക്ഷേത്രങ്ങളിലെ പുരോഹിതരെയും സന്യാസിമാരെയും ഒക്കെ ഉൾപ്പെടുത്തി ഹിന്ദുക്കളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ നേതൃത്വം നൽകാനുള്ള സംഘടനയും നിലവിൽ വന്നു. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നവർക്ക് ഷർട്ടൂരണ്ട, ഉടുക്കാൻ ക്ഷേത്രം തന്നെ മുണ്ടു കൊടുക്കുന്നുണ്ട്. അതിലൂടെ ക്ഷേത്രങ്ങളിൽ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചത്രേ. ബാലി ദ്വീപിലെ ഹിന്ദു സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ വന്ന് ഹിന്ദുമതം സ്വീകരിക്കുന്ന വിദേശികളും എമ്പാടുമുണ്ട്. ഇന്ന് ബാലി ദ്വീപ് പ്രവിശ്യയില് 90% ഹിന്ദു മത വിശ്വാസികളാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി മുസ്ലിങ്ങളാണ് ഇന്ന് ഇന്തോനേഷ്യയിൽ തങ്ങളുടെ പൂർവികരുടെ മതമായിട്ടുള്ള ഹിന്ദു മതത്തിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള സുകോർണോ, ഈ സുകോർണോയുടെ മകൾ സുഖ്മാവതി, സുകോർണോയുടെ പുത്രി ബാലി ദ്വീപിലെത്തി
ഹിന്ദു മതം സ്വീകരിച്ചത് വലിയ രൂപത്തിൽ വാർത്തയായി. അങ്ങനെ ഇന്തോനേഷ്യയുടെ യഥാർത്ഥ സംസ്കാരം എന്താണ് എന്ന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്താണ് ഇത് നടക്കുന്നത് എന്ന് ലോകം അറിഞ്ഞു. ഹിന്ദു മതം മതി എനിക്കെന്നും അറേബ്യയുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് വേണ്ടതെന്നും ആ പെൺകുട്ടി പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു. ഹിന്ദു മതം മനുഷ്യന് നൽകുന്ന, സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഞാൻ അനുഭവിക്കുവാണെന്ന് അവർ പറഞ്ഞത്. ഇസ്ലാം മത ഭൂരിപക്ഷമായപ്പോൾ ഇന്തോനേഷ്യയിൽ ഹൈന്ദവ സംസ്കാരം മാത്രമല്ല മറ്റൊരു മതത്തെയും മാനിക്കാത്ത ആളുകളായി തീർന്നു. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുഖ്മാവതി എന്ന് പറയുന്ന സുകോർണോയുടെ മകൾ. ഒരു പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയുടെ മകളായതുകൊണ്ടാണോ അവർക്കതിന് കഴിഞ്ഞത്? എല്ലാവർക്കും കഴിയുന്നുണ്ട്, എല്ലാം വാർത്തയാകുന്നില്ല എന്ന് മാത്രം. അത് അങ്ങനത്തെ ഒരു പശ്ചാത്തലമായതുകൊണ്ട് വാർത്തയാകുന്നു. എത്രയോ ആളുകൾ ദിനേന ഈ മതഭീകരത എന്താണ് എന്ന് മനസ്സിലാക്കി അവർ തന്നെ ഈ മതം ഉപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവര് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഇവരെന്താണ് ഇങ്ങനെ ഞങ്ങളുടെ വിഭാഗം മാത്രം ശരി, ഞങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, വേറെ ആരും ഇവിടെ വേണ്ട എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന അപകടകരമായ ഒരു ആശയവുമായിട്ടാണ് ഇവര് രംഗത്ത് വരുന്നത്. നിങ്ങൾ കിടക്കുന്നിടം തന്നെ ഇസ്ലാമിക രാജ്യമാണ് എന്നങ്ങോട്ട് കരുതുക. ഇന്ത്യ മുസ്ലിങ്ങളുടെ കയ്യിലാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? ഇവർ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നടക്കുന്ന ശരീഅത്ത് നിയമം നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ. ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. തുടർന്നും നരേന്ദ്രമോദിയ ആയിരുന്നില്ല ഭരണത്തിൽ വന്നിരുന്നതെങ്കിൽ മൗനി ബാബയെ പോലെ നമ്മുടെ ഇറ്റലിക്കാരി കൈ ചൂണ്ടിയാൽ അവിടെ നിൽക്കുന്ന ആളുകളാണ് ഭരിച്ചിരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് എന്താകും? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. കോൺഗ്രസിന് തന്നെയാണ് തുടർ ഭരണം കിട്ടിയിരുന്നതെങ്കിൽ 2047 ഇസ്ലാമിക രാജ്യം കൊണ്ടുവരണം എന്ന് ഇവരാഗ്രഹിച്ചു. അതിന് എത്രയോ നേരത്തെ തന്നെ ആകുമായിരുന്നു. അവരുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. കഴിഞ്ഞ 9-10 വർഷം കൊണ്ട് കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ ഇന്ന് ഇസ്ലാമിക ഭീകരതയിൽ ആറാടുമായിരുന്നു. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒരുപക്ഷെ നിഷ്കാസിതരാകുകയോ അതല്ലെങ്കിൽ ചത്ത് ഇവരെ കൊത്തിയിടുകയോ ചെയ്യുമോ? എന്നെയൊക്കെ കൈ കിട്ടിയാൽ സാധാരണ മനുഷ്യന്മാരെ കൊല്ലുന്നത് പോലെ കൊല്ലുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ക്രൂരമായി പീഡിപ്പിച്ചവർ ആനന്ദിക്കും. ഞാൻ പറഞ്ഞ ഓരോ ഇസ്ലാം മത വിമർശനങ്ങളും എന്നെ കൊണ്ട് തന്നെ ഇവർ വിചാരണ ചെയ്യിപ്പിക്കും. ഹമാസ് ഭീകരർ ജൂതന്മാരെ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്തത് കണ്ടില്ലേ? ഒരു മനുഷ്യനെ കൊണ്ട് അവനെ മൂടാനുള്ള കുഴി കുഴിപ്പിച്ച് മെന്റൽ ടോർച്ചറിങ്ങിന്റെ എക്സ്ട്രീം ലെവല് വരെ അവരെത്തിയത് കണ്ടില്ലേ? എന്നോ ഒരു പാകിസ്ഥാനായി മാറുമായിരുന്നു ഈ രാജ്യം. BJP അധികാരത്തിൽ വന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ധീരനായിട്ടുള്ള, ലോകം അംഗീകരിക്കുന്ന അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയായി ഒരു ഭരണാധികാരിയായിട്ട് മാറി. രാജ്യത്തിന്റെ സുരക്ഷ, ലോകരാജ്യങ്ങളിൽ ഇന്ത്യയെ മറ്റുള്ളവർ അപമാനിക്കരുത്, അവമതിപ്പുണ്ടാക്കണമെന്ന്. അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയും ലക്ഷ്യവും രാജ്യത്തിന്റെ വികസനവും കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിയെ ജനങ്ങൾ നെഞ്ചിലേറ്റി. മോദി എന്ന ശക്തനായിട്ടുള്ള മനുഷ്യനുള്ളത് കൊണ്ട് അവർ ഇന്ത്യയെ കറാച്ചിയാക്കി മാറ്റിയില്ല. ഇന്ത്യയെ അവർക്കൊരു റാവൽപിണ്ടിയാക്കി മാറ്റാൻ പറ്റിയില്ല. ഈ കേരളത്തെ അവർക്ക് ഇറച്ചിക്കടയാക്കി മാറ്റാൻ പറ്റിയില്ല. കേരളത്തില് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെയൊക്കെ മാംസങ്ങൾ വെട്ടിയരിയുന്ന ഇസ്ലാമിക കേരളമാക്കി മാറ്റാൻ പറ്റിയില്ല. ക്രൂരമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല 1921 നടന്നല്ലോ. എന്നിട്ട് വീണ്ടും ഹിന്ദുക്കളെ ക്രൂരമായി വഞ്ചിച്ച് അതിനെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിച്ച് കൊലയാളികൾക്ക് എന്തെല്ലാം രൂപത്തിലുള്ള ആധുനിക പരമോന്നത ബഹുമതികളാണ് നൽകുന്നതെന്ന് കണ്ടോ? ഹിന്ദുക്കളുടെ തലകൾ ഏറ്റവും കൂടുതൽ വെട്ടിയരിഞ്ഞ ആളുകൾക്ക് പിന്നീട് വന്ന സർക്കാരുകൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ, കാർഷിക പെൻഷൻ നൽകി.
ഹിന്ദു വിരുദ്ധരായിട്ടുള്ള, കാഫിർ വിരുദ്ധരായിട്ടുള്ള മുസ്ലിം പ്രീണകർ ഇവരുടെ പാർട്ടികളിൽ കയറിപ്പറ്റി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അധികാര കസേരകളിൽ കയറിപ്പറ്റിയപ്പോൾ അധികാരത്തിന്റെ ലഹരികൾ ഇവരുടെ തലച്ചോറിലെ ഇവരുടെ സിരകളെ മതിച്ചു. അപ്പോൾ ഇവർക്ക് എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. ആടി കളിക്കടാന്ന് പറഞ്ഞപ്പോൾ ആടി, ചാടി കളിക്കടാന്ന് പറഞ്ഞപ്പോൾ ചാടി. 1921 മലബാർ കലാപത്തിൽ മാപ്പിളമാര് കീഴടക്കിയ തറവാടുകളിലെ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്കാരം ചെയ്യാൻ മാപ്പിളമാർക്ക് പ്രചോദനം നൽകിയത് ഖുർആനാണ്. അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ, കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ അവരെ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു നൽകിയതാണ് എന്ന് പറഞ്ഞു. ആ ഖുർആൻ വാക്യങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഭൂരിഭാഗത്തിന് മനസ്സിലായി. മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് നന്നായി അറിഞ്ഞ വാരിയം കുന്നനെ പോലെയുള്ള വർഗീയവാദികളായ, തീവ്രവാദികളായ, കൊലപാതകികളായിട്ടുള്ള കലാപകാരികൾക്ക് ഈ ഖുർആൻ വാചനം ഓതിക്കൊടുത്തതാണ് അന്ന് ദർസുകളിൽ ഇരുന്ന ഉസ്താദുമാർ. ഇന്ന് അവന് വേണ്ടിയിട്ട് സ്മാരകം പണിയണം എന്ന അവസ്ഥ കേരളത്തിലെത്തിയെങ്കിൽ കേരളം എത്രമാത്രം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഖുർആൻ വചനത്തിന്റെ പ്രചോദനത്തിലാണ് ഇറാഖില് ഐസിസ് ഭീകരവാദികള് അടിമകളാക്കിയ ആയിരക്കണക്കിന് യസീദി വനിതകളെ നിഷ്ഠൂരമായി ഇവര് ബലാത്കാരം ചെയ്തത്. ഈ ഖുർആൻ